ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LPSA എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം തന്നെ ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. ആ ഒരു ആകാംക്ഷയിൽ എല്ലാവർക്കും എങ്ങനെ എഴുതാൻ കഴിഞ്ഞു എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദ്യം ഇട്ടു. പിന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതും അതിൻ്റെ റിവ്യൂ ഒക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നതും. അത്രയും ടഫായിട്ട് എല്ലാവരെയും വലച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഒത്തിരി വിഷമം തോന്നി. കാരണം എല്ലാവരെയും അത് നിരാശയിലാക്കി. ആർക്കും എനിക്ക് തോന്നുന്നില്ല എത്രയും നല്ലൊരു എക്സാം ഞാൻ എഴുതിയിട്ടില്ല എന്നൊന്നും ആരും പറയില്ല. എന്തായാലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ സയൻസ് ബേസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ വെച്ചാൽ ഞാൻ അത് പഠിച്ചിട്ട് സയൻസ് മെയിൻ എടുത്ത് പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് പോലും പല ക്വസ്റ്റ്യൻസും കണ്ടിട്ട് അയ്യോ ഇത് എനിക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യില്ലായിരുന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പം ഈ ഒരു എക്സാം ഞാൻ എഴുതിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെക്കാട്ടും മോശം അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയേനെ. കാരണം അത്രയും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത, നമ്മൾ പഠിച്ചതൊന്ന് ചോദിക്കുന്നത് മറ്റൊന്ന് എന്നുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഉണ്ടായിരുന്നത്. ഇപ്പം സയൻസ് വിഷയങ്ങളാണെങ്കിൽ വേറൊരു ലെവലിലുള്ള, നമുക്ക് ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആക്ച്വലി ചോദിക്കേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പം ഞാൻ ഈ ഒരു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ അടിയിൽ ഒത്തിരി നിരാശപ്പെടുത്തുന്ന കമൻറ്റുകൾ വന്നപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഏജ് ഓവർ ആയവർക്ക്, അതേപോലെ ഒരുപാട് തവണയായിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കര ഒരു നിരാശയാണ് PSC ശരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലേക്കാണ് നമ്മളെ ഇതിങ്ങനെ കടത്തിവിടുന്നത്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയാത്തതുകൊണ്ട് തന്നെയായിരുന്നു. ഇപ്പം തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള കട്ട് ഓഫിനെ കുറിച്ചുള്ളൊരു വാർത്ത ഞാൻ ഷെയർ ചെയ്യാം, നിങ്ങളൊന്ന് കേൾക്കുക. സയൻസ് ചോദ്യങ്ങൾക്ക് ശരാശരിയിലും ഉയർന്ന നിലവാരം. അതെ, ശാസ്ത്രേതര വിഷയക്കാർക്ക് തിരിച്ചടിയായേക്കും. നോക്കാം. വിവിധ ജില്ലകളിൽ LP സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് ജൂലൈ 20 നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങളിൽ സയൻസ് ഭാഗത്തിലെ പകുതിയിലേറെ ചോദ്യങ്ങൾ വളരെ ഉയർന്ന നിലവാരത്തിലേത് ആയിരുന്നു. സയൻസിലെ വിവിധ ഭാഗങ്ങളിലെ ഉന്നത നിലവാരത്തിലെ പ്രോബ്ലങ്ങൾ ചോദിച്ചത് ഹ്യൂമാനിറ്റീസ് വിഭാഗക്കാർക്ക് കനത്ത വെല്ലുവിളിയായി. ഹ്യൂമാനിറ്റീസ് വിഭാഗക്കാർ എന്നൊന്നുമില്ല, സയൻസ് പഠിച്ചവർക്ക് തന്നെ അത് കനത്ത വെല്ലുവിളി ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സയൻസിലെ വിവിധ ഭാഗങ്ങളിലെ നമ്മൾ പറഞ്ഞു ശരാശരിയിലും കവിഞ്ഞ നിലവാരമുണ്ടായിരുന്ന ഈ ചോദ്യങ്ങളുടെ ശരിയുത്തരങ്ങൾക്ക് റാങ്ക് നിർണയത്തിൽ പ്രധാന പങ്കുണ്ടെന്നത് ശാസ്ത്രേതര വിഷയങ്ങളിൽ നിന്നും പരീക്ഷ എഴുതിയവർക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. വിവിധ വിഭാഗങ്ങൾ പങ്കെടുക്കുന്ന ഇത്തരം ഒരു പരീക്ഷയിൽ പരിധിയിലധികം ഉയർന്ന നിലവാരങ്ങൾ ഒരു പ്രത്യേക വിഷയത്തിൽ നിന്നും ചോദ്യങ്ങൾ വന്നത് സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല. അതെ, അത് വല്ലാത്തൊരു അനീതിയാണ്. അത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതും അല്ലേ. അതേസമയം ഹ്യൂമാനിറ്റീസ് ഭാഗത്തെ ചോദ്യങ്ങളെല്ലാം തന്നെ താരതമ്യേന ലളിതങ്ങളായിരുന്നു. കൂടാതെ ചോദ്യങ്ങളെല്ലാം പിശകു കൂടാതെ അവതരിപ്പിക്കുന്നതിലും വീഴ്ച പറ്റി. ഇപ്പോൾ PSC നടത്തുന്ന പരീക്ഷകളിൽ അധികവും പല ക്വസ്റ്റ്യൻസും ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഈ ക്യാൻസൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയും ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോകും. പക്ഷേ ആ ക്വസ്റ്റ്യൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല അല്ലേ. നമ്മൾ ഒരിക്കലും ആ സമയത്ത് ഹാളിലിരുന്ന് ചിന്തിക്കോ ഈ ക്വസ്റ്റ്യൻ ക്യാൻസലായി പോകാനുള്ളതായിരിക്കും എന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യും, ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒത്തിരി ടൈം അവിടെ വേസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മുടെ ഓപ്ഷൻ ആൻസറിൽ ഇല്ല എങ്കിൽ നമ്മൾ വീണ്ടും ഞാൻ എന്തായിരുന്നു പഠിച്ചത് അങ്ങനെയൊക്കെ ആലോചിച്ചല്ലേ നമ്മൾ സമയം കളയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വല്ലാത്തൊരു മെൻ്റൽ സ്ട്രെസ്സാണ് തരുന്നത്. ഓക്കെ, പൊതുവിജ്ഞാന ഭാഗത്തെ 2 ചോദ്യങ്ങളിൽ പിശകുകൾ കടന്നുകൂടി. ചോദ്യങ്ങളുടെ പൊതു സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ വിവിധ ജില്ലകളിൽ 45 മുതൽ 60 വരെ റേഞ്ചിലെ കട്ട് ഓഫ് മാർക്കുകൾ പ്രതീക്ഷിക്കാം. അപ്പം എനിക്ക് വന്ന കമൻസിൽ അധികവും 40-50 റേഞ്ചിലായിരുന്നു മാർക്കുകൾ ഉണ്ടായിരുന്നത്. അധികവും 40-ലാണ് കുറേ പേർക്ക് പിടിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇന്നലെ ഒറ്റ കമൻറ്റ് മാത്രമാണ് ഞാൻ 60+ കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് വന്ന കമൻറ്റുകളിലാണേ. അപ്പം ആ ഒരു റേഞ്ചിൽ തന്നെ കട്ട് ഓഫ് വന്നാൽ ഈ നിരാശപ്പെട്ടവരൊന്നും പ്രതീക്ഷ വിടണ്ട. ചിലപ്പം നമുക്ക് ലിസ്റ്റിൽ എത്തിപ്പെട്ടാലോ, ഏറ്റവും ഒടുവിലായാലും സാരമില്ല. ഒരുപാട് ഒഴിവുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷ വെക്കാം. ഓക്കെ,
പിന്നെ 2 ചോദ്യങ്ങളിൽ പിശക് ഏതൊക്കെയാണ്? പൊതുവിജ്ഞാനം ഭാഗത്തെ 2 ചോദ്യങ്ങളിൽ പിശകുകൾ കടന്നുകൂടി. സ്വാതന്ത്ര്യ സമരകാലത്തെ വിവിധ സംഭവങ്ങളെ ശരിയായ കാലഗണനാ ക്രമത്തിൽ എഴുതാനുള്ള ചോദ്യത്തിന് ശരിയുത്തരം സൂചികയിൽ ഇല്ലായിരുന്നു. മിന്റോ മോർലി പരിഷ്കാരങ്ങൾ, വാഗൺ ട്രാജഡി, ചൗരി ചൗര സംഭവം, ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടു എന്നിങ്ങനെ 3, 2, 4, 1 എന്നതായിരുന്നു ശരിയുത്തരം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലോ എന്ന്. ഭഗത് സിംഗിൻ്റെ തൂക്കിലേറ്റപ്പെട്ടതും ചൗരി ചൗരയൊക്കെ ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതൊക്കെയോ ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേ പാറ്റേണിലല്ല വന്നത് എങ്കിലും ഞാൻ എന്താ പറയുക, ഒന്നും ഞാൻ പറഞ്ഞത് ഉപകാരപ്പെട്ടില്ലല്ലോ എന്നുള്ളൊരു ഇത് എനിക്കില്ല. കാരണം അതിൽ ഞാൻ കുറച്ചൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ പല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ എവിടുന്നൊക്കെ ഏതൊക്കെയോ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അതായത് ക്യാൻസൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അടുത്തതോ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. 2024 ജനുവരി 24 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ആര് എന്ന ചോദ്യത്തിലും പിശകുണ്ട്. പ്രശസ്ത ചരിത്രകാരിയായ ആർ ചമ്പകലക്ഷ്മി അന്തരിച്ചത് 2024 ജനുവരി 29 നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ട് പോയിട്ടുണ്ടാവുക? ഫാത്തിമ ബീവി, പി വത്സല, പിന്നെ ഉണ്ടല്ലോ 2023 കുറച്ച് മരണങ്ങളൊക്കെ, ഉമ്മൻചാണ്ടിയും ഇന്നസെൻറ്റും സ്വാമിനാഥനായിരുന്നോ, എം എസ് സ്വാമിനാഥനായിരുന്നു തോന്നുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ആർ ചമ്പകലക്ഷ്മിനൊക്കെ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അതും ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ PSCൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ LDC പഠിക്കാൻ നമുക്ക് LPUP കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. LDC എങ്ങനെ ആയിരിക്കും എന്നറിയില്ല. ഒത്തിരി പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് LDC 2024. അപ്പം അവരെയും കൂടി ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് PSC കടത്തി വിടരുതേ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയും SCRT എന്ന് പറഞ്ഞ് SCRT റിവിഷനും റിവിഷനും ചെയ്തവരൊക്കെ ആയിരിക്കും ഈ എക്സാം എഴുതാൻ പോയിട്ടുണ്ടാവുക. അപ്പോൾ അവരൊക്കെ വലിയൊരു നിരാശയിലായിരിക്കും തിരിച്ചു വന്നിട്ടുണ്ടാവുക. അപ്പം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെങ്ങനെ പഠിക്കുന്നോ ആ രീതിയിൽ തന്നെ പോവുക. നമുക്ക് കിട്ടാനുള്ളതാണ് കിട്ടട്ടെ എന്നല്ലാതെ ഇത് പഠിച്ചാൽ കിട്ടും എന്ന് നമുക്ക് പറയാനുള്ള ഒരു കോൺഫിഡൻസ് പോലും ഇപ്പോൾ ഇല്ല. ഉണ്ടോ? നിങ്ങൾ SCRT മാത്രം പഠിച്ചാൽ മതി എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം സിലബസ് തരുന്നു, വേറെ എന്തൊക്കെയോ ചോദിക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നും ഡീപ്പായിട്ട് കുറച്ചും കൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ചോദിച്ച് PSC നമ്മളെ കുഴപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പഠിക്കൂ, ഇതാണ് ഹോട്ട് ടോപ്പിക്ക്, ഇതാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ, ഇതാണ് റാങ്ക് മേക്കിംഗ് ഏരിയ എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് LDCയിൽ ഒരു പ്രതീക്ഷ വയ്ക്കാം. LPS എഴുതിയവർ ഒരിക്കലും നിരാശപ്പെടരുത്. നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാം. എന്തായാലും എല്ലാവർക്കും മാർക്ക് കുറവായിരിക്കും. അത്രയും ടഫാണ്. ഈ ഒരു സയൻസിലെ ക്വസ്റ്റ്യൻ കണ്ടവർ ബാക്കി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പോലും വിഷമിച്ച് കാണും. പല കമൻസും കണ്ടു. ഈ സയൻസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ള കോൺഫിഡൻസും കൂടിയാണ് പോകുന്നത്. ബാക്കി ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൻഷനാവും, നെഗറ്റീവ് ആവുമോ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ, ഞാനത് മുമ്പ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ കണ്ട് അറിയില്ലെങ്കിൽ വേഗം അടുത്തതിലേക്ക് പോവുക. അങ്ങനെ ആ ഒരു പവർ നമ്മൾ ഹാളിൽ ചെയ്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ 100 ക്വസ്റ്റ്യനെ അത് എഫക്റ്റ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ അറിഞ്ഞില്ല എങ്കിൽ ബാക്കി 99 ക്വസ്റ്റ്യനെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ റാങ്കാണ് ബാക്കിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇനിയുള്ള പരീക്ഷകളിൽ നമ്മൾ അത്തരം അബദ്ധങ്ങൾ കാണിക്കാതിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ അതിൽ ഓവർ ടൈം കൊടുക്കാതെ അടുത്തയിലേക്ക് പോയിട്ട് മാക്സിമം സമയത്തിനുള്ളിൽ എല്ലാം ചെയ്തു തീർക്കുക. പിന്നെ ഒരു വട്ടം വരാനുള്ളൊരു സമയം ഇല്ലാത്തതായിരിക്കും ആക്ച്വലി പലർക്കും നല്ലത്. കാരണം പിന്നെ ഒരു റൗണ്ട് വരുമ്പോഴാണ് പലരും നെഗറ്റീവ് മാർക്കുകൾ വാരിക്കൂട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കറക്റ്റ് സമയത്തിനുള്ളിൽ വെച്ച് പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഒത്തിരി മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ഇപ്പോൾ നമുക്ക് LDCൻ്റെ പഠനം ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാം. ഇന്നെന്താ പഠിക്കുന്നതെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം ഇതിൻ്റെ കട്ട് ഓഫ് ഇവർ പറഞ്ഞിരിക്കുന്നത് 45-60 എന്നുള്ളൊരു റേഞ്ചാണ്. അതായത് വാരി ചെയ്യാം. 45 to ഇത്ര അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ ജില്ലകളിലും വരാൻ പോകുന്നത്. ഇവർ പറയുന്ന ഒരു പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫാണ്. അപ്പോൾ ഈ 40 റേഞ്ചിലുള്ളവരൊന്നും നിരാശപ്പെടേണ്ട കേട്ടോ. നമുക്ക് നോക്കാം എന്തായിരിക്കും. ഇനി PSCൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ആരും നിരാശപ്പെട്ടുകൊണ്ടുള്ള കമൻറ്റുകൾ ഇടണ്ട. നമുക്ക് എന്താ പറയുക, എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ ലൈഫിൽ. നമ്മളെ പലതും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെ ഓരോ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക.
ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.